പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഏവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമൈർ ബിൻ ഹുമാം എന്നു പേരുള്ളൊരു സ്വഹാബി ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രസക്തിയുള്ള, പ്രാധാന്യമുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. അതിന്റെ ചരിത്രവും മറ്റും അറിയുന്നവരാണ് നമ്മൾ. ഈ യുദ്ധവേളയിൽ റസൂലും സ്വഹാബത്തും ഒരിക്കലും സർവായുധ സജ്ജരായ ഒരു സൈന്യത്തെ നേരിടാൻ വേണ്ടി പോയതല്ല. മറിച്ച് ഒരിക്കലും അത്തരം ഒരു വലിയ യുദ്ധം പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നേരിടേണ്ടി വന്നത് 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ മക്കയിലെ മുശ്രിക്കീങ്ങളെയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ്. അല്ലയോ സ്വഹാബത്തെ, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരൂ, ധൃതിപ്പെട്ടു വരൂ എന്ന്. ഈ സമയത്ത് ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഈത്തപ്പഴം കാരക്ക ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റസൂലേ, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗമോ? അതെ, വിശുദ്ധ ഖുർആനിലെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ് വഇദ്ദത്ത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് തയ്യാറാക്കിയ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ. ഈ ആയത്ത് കേട്ടപ്പോ, ഈ സംഗതി കേട്ടപ്പോ മഹാനായ സ്വഹാബി താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം ബഖിൻ എന്നു പറഞ്ഞ് ആ ഈത്തപ്പഴത്തെ വലിച്ചെറിഞ്ഞ് ബദർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഷഹീദായി മരിക്കുന്ന ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കൾക്കും നമ്മുടെ സലഫുകൾക്കും അവർക്കതെല്ലാമായിരുന്നു. അവർ വീടും നാടും കുടുംബവും സമ്പത്തും വിട്ട് മക്കയിൽ നിന്നും അബിസീനയിലേക്കും മദീനയിലേക്കും ഹിജറ പോയത് സ്വർഗത്തിനു വേണ്ടിയായിരുന്നു. യുദ്ധക്കളത്തിൽ ബദറിലും ഉഹുദിലും ഖന്തക്കിലും തുടങ്ങി യുദ്ധക്കളത്തിൽ അവർ പോരാടിയത് സ്വർഗത്തിന് വേണ്ടിയിട്ടായിരുന്നു. കയ്യും കാതും കണ്ണും ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടുമാം വിധം അവർ യുദ്ധത്തിൽ പോരടിച്ചത് സ്വർഗത്തിന് വേണ്ടിയിട്ടായിരുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. സ്വർഗം അതെത്ര മനോഹരമാണ്, സ്വർഗം അതെത്ര മനോഹരമാണ്. ഒരു ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ലമ്മാ ഖലഖല്ലാഹു അൽ ജന്നത വന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചു. അതിനുശേഷം അർസല ജിബ്രീല ഇലൽ ജന്ന. ജിബ്രീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ജിബ്രീൽ അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക്, സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഉൻദുർ ഇലൈഹാ വ ഇലാ മാ അഅദത്തു ലിഅഹ്ലിഹാ ഫീഹാ. ജിബ്രീലേ, നീ ആ സ്വർഗത്തിലേക്കൊന്ന് പോയി നോക്കണം. ആ സ്വർഗത്തിലേക്ക് നീ ഒന്ന് പോയി നോക്കിയിട്ട് ആ സ്വർഗത്തിന്റെ മനോഹാരിതകളും സ്വർഗക്കാർക്ക് വേണ്ടി ഞാൻ എന്താണ് തയ്യാറാക്കിയതെന്നും ജിബ്രീലേ, നീ ഒന്ന് പോയി നോക്കി വരണമെന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയോട് പറയുകയാണ്. അങ്ങനെ ഫജാഅ ഫനദറ ഇലൈഹാ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് ചെന്നു. സ്വർഗത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി, സ്വർഗക്കാർക്ക് വേണ്ടി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയ അനുഗ്രഹങ്ങളെ അദ്ദേഹം കണ്ടു. തിരിച്ചു വന്ന് പറയുകയാണ്, അല്ലാഹുവേ വഇസ്സതിക്, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. അല്ലാഹുവേ, ഈ സ്വർഗത്തെക്കുറിച്ച് കേട്ടൊരാള്, ഈ സ്വർഗത്തെ അറിഞ്ഞൊരാള്, ഇത്രക്ക് മനോഹരമായ നയനാനന്ദകരമായ ഈ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞൊരാള്, കേട്ടൊരാള്, അല്ലാഹുവേ, ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മക്കാരിഹുകളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് ആ സ്വർഗത്തെ വലയം ചെയ്തു എന്നാണ്. നിങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലേ, നീ ഒന്നും കൂടി ആ സ്വർഗത്തിലേക്ക് പോയി നോക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പോയി നോക്കി. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, റസൂലേ, അല്ലാഹുവേ
മക്കാരികളെ കൊണ്ട്, പ്രയാസപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ആ സ്വർഗത്തെ വലയം ചെയ്തപ്പോൾ ജിബ്രീൽ പറയുന്നു, വഇസ്സതിക്, അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ലഖദ് ഖിഫ്തു അല്ലാ യദ്ഖുലഹാ അഹദുൻ, അല്ലാഹുവേ ഈ സ്വർഗത്തിലേക്ക് കടക്കാൻ ഇത്രയൊക്കെ പ്രയാസമുണ്ടെങ്കിൽ ഈ സ്വർഗത്തിലേക്ക് ഒരാൾ പോലും പ്രവേശിക്കില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതേ ജിബ്രീലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ജിബ്രീൽ നരകത്തെ കണ്ടുകൊണ്ട് ജിബ്രീൽ പറയുകയാണ്, ജിബ്രീൽ വഇസ്സതിക് ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലഹാ, അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ഈ നരകത്തെക്കുറിച്ച് കേട്ടൊരാൾക്കും ആ നരകത്തിലേക്ക് പിന്നെ അടുക്കാൻ പോലും സാധിക്കൂലട്ടോ. ആ നരകത്തെ പടച്ച റബ്ബ് ശഹ്വാത്തുകളെ കൊണ്ട്, ദേഹേച്ഛകളെ കൊണ്ട് വലയം ചെയ്തു നാം. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലെ നീ ഒന്നും കൂടി ആ നരകത്തിലേക്ക് പോയി നോക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാം പോയി നോക്കിക്കൊണ്ട് വന്ന് പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞു, വഇസ്സതിക ലഖദ് ഖശീതു അല്ലാ യൻജു മിൻഹാ അഹദുൻ ഇല്ലാ ദഖലഹാ, അല്ലാഹുവേ ആ നരകത്തിലേക്ക് ഒരാൾ പോലും പ്രവേശിക്കാതിരിക്കില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നാം കണ്ടാൽ, നാം കേട്ടാൽ ആഗ്രഹിക്കുന്ന സുന്ദരമായ സ്വർഗലോകം അത് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കേട്ടൊരാൾക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്കും അതിൽ പ്രവേശിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അല്പം പ്രയാസമുണ്ട്. നരകം അതും തയ്യാറാണ്. കണ്ടാൽ തന്നെ കേട്ടാൽ തന്നെ ഭയാനകരമായ പേടിപ്പെടുത്തുന്ന നരകം അത് പടച്ച റബ്ബ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ നരകത്തെക്കുറിച്ച് കേട്ടൊരാൾക്ക്, ആ നരകത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് ആ നരകത്തോട് അടുക്കാൻ പോലും സാധിക്കുകയില്ല. പക്ഷേ ആ നരകത്തെ പടച്ച റബ്ബ് ശഹ്വാത്തുകളെ കൊണ്ട്, ദേഹേച്ഛകളെ കൊണ്ട് വലയം ചെയ്തിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, പടച്ചോനെ ഞാൻ ഭയപ്പെടുന്നു എല്ലാവരും അതിൽ അകപ്പെടുമോ എന്ന്. സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, എല്ലാവരും മരിക്കും, ഉറപ്പാണ്. അപ്പോൾ ആരാണോ നരകത്തിൽ നകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഫഖദ് ഫാസ്, അപ്പോൾ അവനാകുന്ന യഥാർത്ഥ വിജയി. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുനിയാവിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കൽ വിജയമല്ല, യഥാർത്ഥ വിജയമല്ല. ഉന്നതമായ ജോലി നേടൽ, ബാങ്കിൽ ആയിരങ്ങളുടെ, പതിനായിരങ്ങളുടെ, ലക്ഷങ്ങളുടെ, കോടികളുടെ ബാലൻസ് ഉണ്ടാവൽ, അതൊന്നുമല്ല വിജയം. കിടക്കാൻ സ്വസ്ഥമായ ഒരു വീടില്ലെങ്കിലും, കിടന്നുറങ്ങാൻ നല്ലൊരു സൗകര്യമില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, വിജയമെന്താണ്? ആരാണോ നരകത്തിൽ നകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഫഖദ് ഫാസ്, അപ്പോൾ അവനാകുന്നു യഥാർത്ഥ വിജയി. അത്തരം വിജയികളാവാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ സ്വർഗം കൊതിക്കാത്ത, സ്വർഗം ആഗ്രഹിക്കാത്തതായി ഒരാൾ പോലും ഉണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നജ്മിലൂടെ പറയുന്നുണ്ട്, വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം അത് സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം എവിടെയാണ് എന്ന് വിശ്വാസികൾക്ക് അറിയിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ജന്നത്തു ഫിസ് സമാഇ സാബിഅ, സ്വർഗം അത് 7-ാം ആകാശത്തിലാകുന്നു. വയജഅലഹു അല്ലാഹു ഹൈസു ശാഅ യൗമൽ ഖിയാമ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ആ സ്വർഗത്തെ പടച്ച റബ്ബ് മാറ്റുന്ന. ആ സ്വർഗത്തിന്റെ വലുപ്പം പോലും അത്ര. ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആകാശഭൂമികളെക്കാൾ വിശാലമാണ് ആ സ്വർഗം. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഫിൽ ജന്നതി മിഅതു ദറജ, സ്വർഗത്തില് 100 തട്ടുകളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, ഓരോ തട്ടുകൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലതയുണ്ട്. സ്വർഗം അതെത്ര വലുപ്പമുണ്ടായിരിക്കും? 100 തട്ടുള്ള സ്വർഗം, ഓരോ തട്ടുകൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലതയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഫിൽ ജന്നതി മിഅതു ദറജ, സ്വർഗത്തില് 100 തട്ടുകളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി മിഅതു ആമി, ഓരോ ദറജകൾക്കിടയിലും, ഓരോ തട്ടുകൾക്കിടയിലും പ്രിയപ്പെട്ടവരെ 100 വർഷത്തെ വഴി ദൂരമുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം അതെത്ര വലുപ്പമുള്ളതാണ്. ഇനി സ്വർഗത്തിന്റെ രൂപം എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഹദീസിൽ റസൂൽ പറയാണ്, ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലുഹു അൽ ഫിർദൗസ് ഫഇന്നഹു ഔസതുൽ ജന്നതി വഅലൽ ജന്ന, മധ്യഭാഗവും ഉയർന്ന ഭാഗവും ഒരേപോലെയായിരിക്കും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലുഹു അൽ ഫിർദൗസ്,
നിങ്ങൾ അള്ളാഹുവോട് സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ വെറും സ്വർഗമല്ല ചോദിക്കേണ്ടത്, പടച്ച റബ്ബിനോട് ഫിർദൗസിനെ ചോദിക്കണം. കാരണം എന്താ? ഫഇന്നഹു ഔസത്തുൽ ജന്നതി വഅലൽ ജന്ന, അതാണ് സ്വർഗത്തിന്റെ മധ്യഭാഗവും ഏറ്റവും ഉയരത്തിലുള്ളതും പ്രിയപ്പെട്ടവരെ ഫിർദൗസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആ സ്വർഗം, അതിന്റെ ചുമരുകൾ എങ്ങനെ ഹദീസിൽ കാണാൻ പറ്റും. സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ ജന്നത്തു വമാ ബിനാഉഹ, സ്വർഗം അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലബനത്തുൻ മിൻ ഫിദ്ദ വലബനത്തുൻ മിൻ ദഹബിൻ. സ്വഹാബത്തെ, ആ സ്വർഗം ഉണ്ടാക്കിയത് വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടുമുള്ള ഇഷ്ടികകളാലാണ്. നമ്മൾ ഈ പള്ളി ഉണ്ടാക്കിയത്, നമ്മുടെ വീടുണ്ടാക്കിയത് കേവലം മണ്ണ് കൊണ്ടുള്ള കല്ലും കരിങ്കല്ലും അല്ലെങ്കിൽ അത്തരം ഇഷ്ടികകളാലാണ്. സ്വർഗം പടച്ച റബ്ബ് അവന്റെ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കിയത് ലബനത്തുൻ മിൻ ഫിദ്ദ വലബനത്തുൻ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകളാൽ പടച്ച റബ്ബ് തയ്യാറാക്കിയതാണ് സ്വർഗം. ഇനിയോ പ്രിയപ്പെട്ടവരെ, വമിലാതുഹാ അൽ മിസ്കുൽ അദ്ഫർ, ഇനി ആ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടുള്ള ഇഷ്ടികകൾ ഉണ്ടല്ലോ, അത് പരസ്പരം അടുപ്പിച്ച് വെക്കാൻ, പരസ്പരം കൂട്ടിച്ചേർക്കാൻ അതിനുണ്ടാക്കിയ കുഴ, അത് പ്രിയപ്പെട്ടവരെ മുത്തും പവിഴവുമാണ്. അതുപോലെ തന്നെ അതിന്റെ മണല് അതിനെ കുഴയായി പടച്ച റബ്ബ് ഉപയോഗിച്ചത് മുത്തും പവിഴവും. ആ സ്വർഗത്തിലെ മണ്ണ് തുർബത്തുഹ അസ്സഅഫറാൻ, ആ സ്വർഗത്തിലെ മണ്ണ് പോലും പ്രിയപ്പെട്ടവരെ കുങ്കുമമായിരിക്കുന്ന, നമ്മുടെ ഇവിടുത്തെ മണ്ണ് അത് കേവലം ആ ഒരു പൊടി, സ്വർഗത്തിലെ മണ്ണ് പോലും കുങ്കുമമാണ്. ആ സ്വർഗമുണ്ടാക്കിയത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകളാൽ. അതിനിടയിലെ കുഴ, അത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പടച്ച റബ്ബ് ഉപയോഗിച്ച സംഗതികൾ മുത്തും പവിഴവുമാണ് എന്ന് പറയുമ്പോൾ ആ സ്വർഗം അതെത്ര മനോഹരമായിരിക്കും. ആ സ്വർഗത്തിന് പ്രിയപ്പെട്ടവരെ 8 കവാടങ്ങളുണ്ട്, 8 വാതിലുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫിൽ ജന്നതി സമാനിയതു അബ്വാബ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഏതൊക്കെയാണ് കവാടം പ്രിയപ്പെട്ടവരെ? ഒന്ന് ബാബുസ്വല, നിസ്കാരക്കാർക്കുള്ള കവാടമാണ് ഒന്ന് ബാബുസ്വല. മറ്റൊന്ന് ബാബുൽ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവർക്കുള്ള കവാടമാണ് ബാബുൽ ജിഹാദ്. മറ്റൊന്ന് ബാബുർ റയ്യാൻ, നോമ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള കവാടം. മറ്റൊന്ന് ബാബു സ്വദഖ, സ്വദഖ കൊടുക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേകം കവാടമുണ്ട്. മറ്റൊന്ന് ബാബുൽ മുതവക്കിലീൻ, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നവർക്കുള്ള പ്രത്യേക കവാടം. ബാബു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ പരിചരിക്കുന്നവർക്ക്, പരിഗണിക്കുന്നവർക്ക്, അവരെ നോക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേകം കവാടമുണ്ട്. ബാബു സിക്ർ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേകം കവാടങ്ങളുണ്ട്. ബാബു തായിബീൻ, തൗബ ചെയ്ത് മടങ്ങുന്നവർക്കും സ്വർഗത്തിൽ പ്രത്യേക കവാടമുണ്ട്. സ്വർഗത്തിന് പടച്ച റബ്ബ് 8 കവാടം തയ്യാറാക്കിയിട്ടുണ്ട്. ആ 8 കവാടത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒന്നിലൂടെയെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലോ, ഫലാ തഅലമു നഫ്സുൻ, ഒരു പക്ഷേ ഇത് സുബഹിക്ക് പോലും നമ്മുടെ ഇമാമ് പള്ളിയിലോതിയ ആയത്താണ്. ഫലാ തഅലമു നഫ്സുൻ, ഒരാത്മാവിനും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യിൻ, അവന്റെ കണ്ണിന് കൺകുളിർമ നൽകുന്ന എന്താണ് പടച്ച റബ്ബ് സ്വർഗത്തിൽ അവന് വേണ്ടി തയ്യാറാക്കിയത്. മാലാ ഐൻ റഅത്, ഒരു കണ്ണും ആ സ്വർഗത്തെ ഇന്ന് വരെ കണ്ടിട്ടില്ല. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടതല്ല സ്വർഗം. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ മനസ്സിനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രക്ക് പ്രവിശാലമായ സുന്ദരമായ സ്വർഗം. അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, പടച്ച റബ്ബിന്റെ സ്വാലിഹായ അടിമകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. ആ സ്വർഗത്തിന്റെ മുഴുവൻ സൗകര്യമൊന്നും നമുക്കറിയില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിലെ ചില സൗകര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതില് സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന വ്യക്തി, സ്വർഗത്തിൽ എല്ലാവരും പ്രവേശിച്ചു, ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന അത്തറുള്ള, നീ തൃപ്തിപ്പെടുമോ? അയ്യകൂന ലക മിസ്ലു മുൽക്കി മലിക്കിൻ മിൻ മുലൂക്കി ദുനിയ. ആദ്യം പോകുന്ന ആളല്ല, ഏറ്റവും അവസാനം അവനോട് പടച്ച റബ്ബ് ചോദിക്കും, അത്തറുള്ള, എടാ നീ തൃപ്തിപ്പെടുമോ? അയ്യകൂന ലക മിസ്ലു മുൽക്കി മലിക്കിൻ മിൻ മുലൂക്കി ദുനിയ, ദുനിയാവില് ഒരു രാജാവിനുള്ള അത്ര സൗകര്യം, അത്ര ആധിപത്യം നിനക്ക് ഞാൻ സ്വർഗത്തിൽ തന്നാൽ നീ തൃപ്തിപ്പെടുമോ? അവസാനം പ്രവേശിക്കുന്ന വ്യക്തിക്ക് പോലും ദുനിയാവിൽ ഒരു രാജാവിനുള്ള അത്ര ആദ്യം ലഭിക്കുന്ന, അപ്പൊ അതേന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലക ദാലിക് വമിസ്ലുഹു 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 വമിസ്ലുഹു, നിനക്കതുണ്ട്. എന്ത്? ദുനിയാവിൽ ഒരു രാജാവിന് ലഭിക്കണം അത്ര. അതല്ല, അതിന്റെ 4 ഇരട്ടി നിനക്കുണ്ട്.
സ്വർഗത്തിൽ അവസാനം പോകുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ രാജാവിന് എത്ര കൊടുക്കുക? നിർത്തിയില്ല, അതിനെ 4 ഇരട്ടി വീണ്ടും പറയുന്നു, ഹാദാ ലക് വഅശ്റതു അംസാലി. അല്ലാഹു അവസാനിപ്പിക്കണില്ല, അല്ലാഹു വീണ്ടും കൊടുക്കുകയാണ്. നിനക്ക് ഇതുണ്ട്, അതിന്റെ 10 ഇരട്ടിയുമുണ്ട്. വലക മസ്തഹത് നഫ്സുക് വലദ്ദത ഐനുക്. നിന്റെ മനസ്സാഗ്രഹിക്കുന്നതെല്ലാം, നിന്റെ കണ്ണിന് കൺകുളിർമ നൽകുന്നതെല്ലാം നിനക്ക് സ്വർഗത്തിൽ വെച്ച് ലഭിക്കുമെന്ന് പറയുമ്പോൾ ആരോട് പ്രിയപ്പെട്ടവരെ? അവസാനമായി സ്വർഗത്ത് പ്രവേശിക്കുന്ന വ്യക്തിനോട്. അതിന് യോഗ്യതകൾ നമുക്കുണ്ടോ നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കും. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന ഫഇന്ന ലക മിസ്ല ദുനിയ വഅശറത അംസാലിഹ. നീ സ്വർഗത്തിൽ പോയിക്കോ, നീ സ്വർഗത്തേക്ക് പ്രവേശിച്ചോ. ഫഇന്ന ലക മിസ്ല ദുനിയ വഅശറത അംസാലിഹ. നിനക്ക് ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമുണ്ട് എന്ന് സ്വർഗത്തിൽ അവസാനമായി. നരകത്തിലൊക്കെ കടന്ന് നരകത്തിലുള്ള ചെയ്ത തിന്മകൾക്കുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിക്ക് പോലും ദുനിയാവും അതിന്റെ 10 ഇരട്ടിയും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം അതെത്ര മനോഹരമാണ്. ഇനിയോ ആ സ്വർഗത്തിൽ വിശ്വാസികൾക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇണകളെ തയ്യാറാക്കിയിട്ടുണ്ട്. വഅസ്വാജുഹുമുൽ ഹൂറുൽ ഐൻ. നല്ല വെളുത്ത കണ്ണുകളുള്ള വിശാലമായ നല്ല നല്ല ഇണകൾ വിശ്വാസികൾക്ക് പടച്ച റബ്ബ് തയ്യാറാക്കിയിട്ടുണ്ട്. പൊതുവെ ഇസ്ലാമിനെ വിമർശിക്കുന്ന വ്യക്തികൾ സ്വർഗത്തിലെ ഇണകളെ കുറിച്ച് പറയുമ്പോൾ അവർ ഇസ്ലാമിനെ പരിഹസിക്കാറും പുച്ഛിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ വിശ്വാസികൾക്ക് പടച്ച റബ്ബ് തയ്യാറാക്കിയ ഒരു മനുഷ്യന് അവൻ എന്നും ഇണയെയും തുണയെയും അത്യാവശ്യം. ഒരു മനുഷ്യന്റെ പ്രകൃതം തന്നെ അങ്ങനെയാണ് പടച്ച റബ്ബ് സംവിധാനിച്ചത്. പടച്ച റബ്ബ് വിശ്വാസികൾക്ക് സ്വർഗത്തിൽ പ്രത്യേകം ഇണകളെ തയ്യാറാക്കിയിട്ടുണ്ട്. അവരെക്കാൾ മഹത്വമുള്ളവരായിരിക്കും ദുനിയാവിലെ വിശ്വാസികൾ ഇണകളെന്ന. വിശ്വാസിക്ക് ദുനിയാവിലെ ഇണകൾ അവർ സ്വർഗത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിൽ പടച്ച റബ്ബ് നൽകുന്ന ഇണകളെക്കാൾ മഹത്വമുള്ളവരായിരിക്കും അവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സ്വർഗത്തിൽ പടച്ച റബ്ബ് തയ്യാറാക്കിയ ഇണകളുടെ ഗുണം എന്തൊക്കെ പ്രിയപ്പെട്ടവരെ? വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു വിതറപ്പെട്ട മുത്തുകൾ പോലെയായിരിക്കും അവർ ഉണ്ടാകുക. ഇന്ന അൻശഅനാഹുന ഇൻശാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയത് ഫജഅൽനാഹു അബ്കാറ. അവർ കന്യകകളായിരിക്കും. ഉറുബൻ അത്റാബ. സ്നേഹമുള്ള സമപ്രായക്കാരായിരിക്കും അവർ. ഫീഹിന്ന ഖാസിറാത്തു തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ദൃഷ്ടി നിയന്ത്രിക്കുന്ന ഇതുവരെ ഒരു പുരുഷ സ്പർശനമേൽക്കാത്ത സുന്ദരികളായ ഇണകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി പരലോകത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. കഅന്നഹുന്നൽ യാഖൂത്തു വൽ മർജാൻ. മുത്തും മാണിക്യവും പവിഴവും പോലെയായിരിക്കും അവരുണ്ടാവുക. സ്വർഗ്ഗത്തിൽ എത്തുന്ന സ്ത്രീകളുടെ മഹത്വം എത്ര? റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വലൗ അന്ന ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന ഇത്തലഅത് ഇലാ അഹ്ലിൽ അർദി ലഅദാഅത് മാ ബൈനഹുമാ വലമലഅതുഹു റീഹാ. സ്വർഗ്ഗത്തിലൊരു സ്ത്രീ എങ്ങാനും ദുനിയാവിലേക്കൊന്ന് എത്തി നോക്കിയാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിലൊരു സ്ത്രീ എങ്ങാനും ദുനിയാവിലേക്ക് എത്തി നോക്കിയാൽ ദുനിയാവാകെ പ്രകാശപൂരിതമായിരിക്കും. അതുപോലെ തന്നെ ദുനിയാവിൽ അതിന്റെ ആ സ്വർഗ്ഗത്തിലെ സുഗന്ധം ദുനിയാവിൽ പരക്കുന്ന. സ്വർഗ്ഗത്തിലൊരു സ്ത്രീ എങ്ങാനും ദുനിയാവിലേക്ക് എത്തി നോക്കിയാൽ ദുനിയാവാകെ അതിന്റെ പ്രകാശവും അതിന്റെ മണവും പരക്കും. പ്രിയപ്പെട്ടവരെ, ഇനി സ്വർഗവാസികൾക്ക് മലമൂത്ര വിസർജനങ്ങളില്ല. റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യബൂലൂന വലാ യതഖവ്വതൂന വലാ യംതഖിതൂന വലാ യത്ഫുലൂൻ. സ്വർഗവാസികൾ മൂത്രിക്കുകയില്ല, അവർ കാഷ്ടിക്കുകയില്ല, അവർക്ക് തുപ്പലോ കഫമോ പോലും ഉണ്ടാവില്ല. യാതൊരുവിധ പ്രയാസവും ഇല്ലാത്ത മോശമായ ഒന്നുമില്ലാത്ത ലോകമാണ് ആ സ്വർഗലോകം എന്ന് പറഞ്ഞാൽ. ഇനി ജുശാഉൻ വറഷ്ഉൻ കറഹിൽ മിസ്ക്. അവരുടെ വിയർപ്പിന് പോലും ഒരുപക്ഷെ ഇന്ന് പലരുടെ വിയർപ്പും ദുർഗന്ധാണ്. സ്വർഗത്തിലെ വിയർപ്പ് എങ്ങനെ പ്രിയപ്പെട്ടവരെ? കസ്തൂരി പോലെ സുഗന്ധമുള്ളതായിരിക്കും സ്വർഗത്തിലെ വിയർപ്പ് പോലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ, ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ധാരാളം ഹദീസുകളിലൂടെ സ്വർഗത്തിന്റെ മഹത്വം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ ഒരു അങ്ങാടി ഉണ്ട് എന്ന്. ഇന്ന ഫിൽ ജന്നതി ലസൂഖ. സ്വർഗത്തിലൊരു അങ്ങാടിയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും വിശ്വാസികൾ ആ അങ്ങാടിയിൽ ഒരുമിച്ച് കൂടുന്ന. അപ്പോ നമ്മുടെ നാട്ടിൽ നിന്നൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സാധനം വാങ്ങാൻ പൈസ കൊടുക്കണം. പക്ഷെ സ്വർഗത്തിലെ അങ്ങാടിയിൽ സാധനം വാങ്ങാൻ പൈസ കൊടുക്കണ്ട. ഇനിയോ പ്രിയപ്പെട്ടവരെ, അവര് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടുകാർ പറയും, വീട്ടില് ഭാര്യയും അവരൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടുകാര് അങ്ങാടിയിലേക്ക് പോയ പുരുഷന്മാരോട് പറയും, നിങ്ങൾ പോയതിനേക്കാൾ സൗന്ദര്യമുള്ളവരായിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വരുമ്പോൾ ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയും, ഞാനിവിടുന്ന് ഇറങ്ങി പോകുമ്പോഴുള്ളതിനേക്കാൾ സൗന്ദര്യം നിനക്ക് സ്വർഗത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചകളിലും അവർ അങ്ങാടിയിൽ ഒരുമിച്ച് കൂടുന്ന എത്ര വലിയ സൗഭാഗ്യം. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക സ്വർഗത്തിൽ. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് പറ്റണം. ഇനി
ഏതൊരു വിശ്വാസിക്കും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒരു മക്കളുണ്ടാവുക എന്നുള്ളത്. എന്നാല് സ്വർഗത്തില് ഒരു സ്ത്രീയും പ്രസവിക്കൂല. അവെങ്ങനെ സ്വർഗത്തിൽ മക്കളുണ്ടാവുക? പണ്ഡിതന്മാർ വിശദീകരിക്കേണ്ട നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കുഞ്ഞുണ്ടാവണമെന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞിന് പെട്ടെന്നൊരു വയസ്സാവും. കാരണം അവിടെ ഒരു പ്രസവവും അതുമായി ബന്ധപ്പെട്ട വേദനകൾ ഒന്നും സ്ത്രീകൾ സഹിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഒരു നിലക്കും പ്രയാസം അനുഭവിക്കാത്ത രീതിയിലാണ് പ്രിയപ്പെട്ടവരെ ആ സ്വർഗം തയ്യാറാക്കിയിട്ടുള്ളത്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ, ആ സ്വർഗത്തെ പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. ഇനിയോ സ്വർഗത്തിൽ വെച്ച് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ? ഏറ്റവും വലിയ സൗഭാഗ്യം റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിക്കൊണ്ട് പറയാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല സിയാദത്ത് കുറച്ച് അധികരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതെന്താണ്? ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ് ഹിയ നദറു ഇലാ വജ്ഹില്ലാഹിൽ കരീം വസമാഉ കലാമി. നമ്മളെ സൃഷ്ടിച്ച, ഞാൻ ഈ സംസാരിക്കുമ്പോൾ പോലും എന്റെ ഹൃദയത്തെ മിനിറ്റിൽ 72 തവണ മിടിപ്പിക്കുന്ന, എന്റെ കണ്ണിൽ 2 കോടിയിലധികം കുഞ്ഞവയവങ്ങൾ എനിക്ക് സംവിധാനിച്ച, എനിക്ക് എന്റെ ശരീരത്തിൽ ആന്തരികമായ അനേകായിരം പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ നമ്മുടെ ഖാലിഖായ, നമ്മുടെ മാലിക്കായ, നമ്മുടെ റാസിഖായ, നമ്മുടെ മുദബ്ബിറായ അള്ളാഹുവിനെ കാണാൻ സ്വർഗത്തിൽ വിശ്വാസികൾക്ക് സാധിക്കുന്ന അതിനേക്കാൾ വലുത് എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? നമുക്ക് ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, സ്വർഗ്ഗക്കാർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു സ്വർഗ്ഗക്കാരോട് ചോദിക്കുന്നതാണ് തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? സ്വർഗ്ഗക്കാർ ഒന്നടങ്കം പറയും, പടച്ചോനെ അലം തുബയ്യിദ് വുജൂഹനാ വതുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല അല്ലാഹ്, ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശപൂരിതമാക്കിയില്ല പടച്ചോനെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല അല്ലാഹ്, ഇതിനപ്പുറം ഇനി ഞങ്ങൾക്ക് എന്തുണ്ടാവാനാ? അങ്ങനെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹും വിശ്വാസികളും തമ്മിലുള്ള മറയങ്ങ് നീക്കുന്ന പമാ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസികളേവരും ആനന്ദപൂർവ്വം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ വജ്ഹിലേക്ക്, അവന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണിന് മനസ്സിന് കൊതി തീരുന്തോളം നമ്മളിങ്ങനെ നോക്കിയിരിക്കും. പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ലാ തുദാമൂന ഫി റുയതിഹി. 14 രാവിലെ പൂർണ്ണ പ്രശോഭിതമായി ചന്ദ്രൻ ഉണ്ടല്ലോ, ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ പടച്ച റബ്ബിനെ കാണുക തന്നെ ചെയ്യും. ഫൈൻ ഇസ്തതഅതും അല്ലാ തഗ്ലബു ഫി അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഖുറൂബിഹി. നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം, സുബഹിയും അസ്റൊക്കെ നിസ്കാരം നിങ്ങളത് കൃത്യമായി നിർവഹിക്കണം. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് വെച്ച് പടച്ച റബ്ബിനെ കാണാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഒരു വിശ്വാസിക്കും നേടാനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നേടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്വിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവെ സൂക്ഷിച്ച് പരലോകത്ത് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തെക്കുറിച്ചും അതിന്റെ ചില അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും സുഹൃതവാന്മാർ അവര് സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും. അലൽ അറായികി യൻദുറൂൻ, അവരിങ്ങനെ സോഫകളിൽ ചാരി ഇരുന്നു കൊണ്ട് നോക്കുന്നവരായിരിക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നദറത നഈം, അവരുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് അവരുടെ സുഖാനുഭവത്തിന്റെ തിളക്കം നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം, മുദ്ര വെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഖിതാമുഹു മിസ്ക്, അതിന്റെ മുദ്ര അത് കസ്തൂരിയായിരിക്കും. വഫീ ദാലിക്, ആ സ്വർഗമുണ്ടല്ലോ, വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തോളിട്ടോ. മത്സരിക്കുന്നവൻ ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കും. ദുനിയാവില് നമ്മുടെ അയൽവാസി ഒരു വലിയ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ വീട് അപ്സ്റ്റെയർ എടുക്കണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അയൽവാസി സഹോദരൻ അവനവന്റെ വീട്ടിൽ ഇന്റർലോക്ക് ഇടുമ്പോൾ, അവന് മതിൽ കെട്ടുമ്പോൾ, ഗേറ്റ് വെക്കുമ്പോൾ ഞാനും അതുപോലെ ആകണമെന്ന്, അതിനല്ല മത്സരം. സഹോദരന് മറ്റൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതുപോലെ ഒരു ബിസിനസ് എനിക്കും തുടങ്ങണം, അതിനല്ല മത്സരം. എന്തിനു മത്സരം? വഫീ ദാലിക്,
ആ സ്വർഗത്തിനു വേണ്ടി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത ആ മനോഹരമായ സ്വർഗം ഉണ്ടല്ലോ, വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവൻ ആ സ്വർഗത്തിനു വേണ്ടി മത്സരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അതിന് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവന്റെ സ്വർഗം നമുക്ക് പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം അതൊരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള അനന്തരഫലമല്ല. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പഠിച്ചപ്പോൾ പകരം നൽകണം നല്ല സ്വർഗം. പിന്നെ എന്തിനാ സ്വർഗം? അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ ഫദ്ലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ നിസ്കരിച്ച കേവലം ഒരു 5 വക്ത നിസ്കാരം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഖാലിദൻ മുഖല്ലദൻ കാലാകാലം സ്വർഗത്തിൽ സുഖം അനുഭവിക്കാൻ സാധിക്കുക? നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് പകരമല്ല സ്വർഗം, മറിച്ച് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ ഫദ്ലാണ്. ആ ഫദ്ലിനു വേണ്ടി, അവന്റെ ആ ജൂദിനു വേണ്ടി, അവന്റെ ആ ഔദാര്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരം അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 1-2 കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിൽ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് ചില വ്യക്തികളുടെ സഹായത്താൽ പള്ളി നമ്മൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഇതിന്റെ ദിനേനയുള്ള പ്രവർത്തനങ്ങൾക്ക് ധാരാളം പൈസ നമുക്ക് ചെലവുണ്ട്. എല്ലാവരും നല്ലൊരു വിഹിതം നമ്മൾ മരിച്ച് ഖബറ് കടക്കുമ്പോൾ നമുക്ക് തണലാകാൻ, നമ്മൾ പറഞ്ഞ സ്വർഗത്തിൽ സ്വതക്ക നൽകുന്നവർക്ക് വേണ്ടി പ്രത്യേക ഒരു കവാടുണ്ടെന്ന്, ആ കവാടത്തിലൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാൻ പ്രിയപ്പെട്ടവരെ നല്ലൊരു വിഹിതം നമ്മൾ നമ്മുടെ പള്ളികൾക്ക് വേണ്ടി നൽകുക. അല്ലാഹു അനുഗ്രഹിക്കുമാർ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ അടുത്ത ആഴ്ചയിലെ കളക്ഷൻ മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മദ്രസയിലൊക്കെ പഠിപ്പിക്കണ പാവപ്പെട്ട അധ്യാപകരുണ്ട്. നമ്മൾ പലരും ഇന്ന് AC ഉള്ള വീടുകളിലാണ് കിടന്നുറങ്ങുന്നത്. നല്ല വീടും നല്ല മേൽക്കൂരും നല്ല സൗകര്യവും നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുന്ന പല അധ്യാപകന്മാർക്കും കിടന്നുറങ്ങാൻ നല്ലൊരു വീട് പോലുമില്ല. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് നമ്മുടെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ പള്ളിയിലെ കളക്ഷൻ. അതുകൊണ്ട് നമ്മളെല്ലാവരും അടുത്ത ആഴ്ച പള്ളിക്ക് വരുമ്പോൾ ഒരു നല്ലൊരു വിഹിതം നമ്മുടെയൊക്കെ മക്കളെ ദീൻ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് വേണ്ടി, അത്തരം ഉസ്താദുമാർക്ക് വേണ്ടി നൽകാൻ നമ്മൾ കരുതി